സോഫി, നീ പോരുന്നില്ലേ? നീ പൊയ്ക്കോ, എനിക്കൊരാളെ കാണാനുണ്ട്. അമ്പടി കള്ളി, ആരാടിയാ ഒരാള്? അത് പിന്നെ പറയാം. പറഞ്ഞില്ലേ ഞാൻ അറിയാതിരിക്കത്തില്ല കേട്ടോ. മോളെ, മോടെ കഴുത്തിൽ ഒരു മിന്നി വീഴുന്ന കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. മോള് അപ്പച്ചന് കാപ്പി കൊടുക്കും. സോഫി, സോഫി, ഒന്ന് നിന്നേ. ഒന്ന് നിൽക്കൂ. നിങ്ങൾ അവിടെ നിന്ന് നിൽക്കേ. നിങ്ങള് ഏതാ? ഇന്നാട്ടിലെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടുകാരനല്ലേ. ഇന്നാട്ടിലെ പെൺകുട്ടികളെ പുറകെ നടന്ന് വിളിക്കുന്നത് എന്തിന്? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഓ, കാര്യം സംസാരിക്കാനൊന്നും സോഫിയാനെ കിട്ടൂല. വേണമെങ്കിൽ ഞമ്മടെ കടയിലോട്ട് വരി, നല്ല ഇടിയപ്പം തിന്നോണ്ട് പോവാ. ഇടിയപ്പം കഴിക്കാറില്ല. ചായന്റെ വെള്ളവും തരാം. വേണ്ട. എങ്കി ചുമ്മാ കൊച്ചു പെമ്പിള്ളാരെ വിളിച്ച് ഹലാക്കാക്കാണ്ട് മര്യാദക്ക് നടന്നു പോയി. സോഫിക്കുട്ടി, എന്തുമ്മ? ആരാ പുറകെ വന്നേ? ഞാൻ അറിയത്തില്ല. ഞമ്മളെ ഇവിടെ കണ്ടിട്ടില്ല. ഇന്ന് ഇടിയപ്പക്കത്തോടെ ഇല്ലേ ഉമ്മ? കൊണ്ടമ്മ, ഉണ്ട്. സോഫി, അപ്പനോടെ? ഞാൻ വന്നപ്പോ ഇവിടെ ഇല്ല. നടക്കാൻ വയ്യെങ്കിലും അപ്പനൊന്നും കുത്തിയിരിക്കില്ല. ആ പയ്യനടുത്ത് ആയിഷമ്മയുടെ കടയിൽ പോയി ചായ കുടിക്കുന്നതും അപ്പം തിന്നുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. കാണുന്നവര് വിചാരിക്കില്ലേ നമ്മൾ അപ്പനെ തിന്നാനൊന്നും കൊടുക്കുന്നില്ലെന്ന്. മരത്തെന്ന് വീണ് എല്ലും മുഴുവൻ തകർന്ന മനുഷ്യനാണ്. ആയിഷുമ്മ, നല്ല കടുപ്പത്തിലൊരു ചായ ഒന്ന് ഞമ്മക്കും. കടിക്കാൻ എന്തുണ്ട് ആയിഷുമ്മ? ഇടിയപ്പം ചെറുതായിട്ടൊന്ന് കടിക്കാൻ. മൊസലിയാര്, ഇടിയപ്പം ചെറുതായിട്ടൊന്ന് കടിച്ചോ? അത് ഞമ്മക്ക് വേണ്ടാന്ന് വെച്ചോളി. ഞാൻ മരത്തേന് വീഴുന്നതിന് മുൻപ് ദിവസവും രാത്രിയിൽ ചീട്ട് കളിക്കാൻ പോവാൻ. അന്നാമ്മ അതിനെന്നും വഴക്കാ. ഞമ്മളെ കെട്ടിയോളുമാര് അമ്മ അതിന് കുറുമ്പൊന്നും ഇല്ലാന്ന് വെച്ചോളി. ആ, വിളിച്ചോ. പാവം, അവളെ കർത്താവെന്ന് വിളിച്ചു. അത് വിടുന്ന്. പടച്ചാൻ വിചാരിച്ചോണൊക്കെ നടക്കും. 14 വെച്ചോ. വെച്ചോ. വെച്ചു. എല്ലാം കർത്താവിന്റെ മനോഹിതം. എത്രയെത്ര വലിയ മരത്തെ കയറി ഞാൻ കമ്പ് മുറിച്ചിട്ടുണ്ട്.
പുത്തമ്പുരയ്ക്കൽ മത്തായച്ചന്റെ ആഞ്ഞിലിന്ന് മാത്രം വീഴാൻ കാര്യമുണ്ടാ? പടച്ചോന്റെ നിശ്ചയം. തുരുപ്പ് തുരുപ്പ്. മോന് മോന് വരുന്നുണ്ട്. നല്ലൊരു ദിവസമായിട്ട് അപ്പച്ചൻ ഒരുങ്ങ ചീട്ട് കളിക്കാണ്. എത്ര നേരമെന്ന് വെച്ചാടാ മോനെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? അപ്പച്ചൻ വേഗം ചായ കുടിക്കും, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പന്റെ പറ്റത്രയുണ്ട്. മോളെ എന്തോമാ ആ കുഞ്ഞാമാത്തിന്റെ പറ്റത്രയാണെന്ന് നോക്ക്. 4 രൂപ 10 പൈസ. അപ്പന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തേക്കണം. പൈസ ആഴ്ചയോറും ഞാനങ്ങ് തന്നേക്കാം. അത് ഞമ്മക്കറിയാം മോനെ. മോൻ പൊയ്ക്കോ. ചായ തണീനൊന്ന് എടുത്ത് കുടിക്ക്. നമുക്കെന്നെ നിർത്താം. അപ്പച്ചൻ എഴുന്നേൽക്കും. എനക്ക് ചീട്ടല്ലേ അപ്പച്ച? എഴുന്നേറ്റ് നടക്കാൻ കൂടെ വയ്യാത്ത ഞാൻ എന്നാ മറുപടി പറയാൻ? നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് കഷ്ടിച്ച് മുട്ടില്ലാതെ ചെലവ് കഴിഞ്ഞു പോകും. നിന്റെ ഒരു കഷ്ടപ്പാട് അവളെ കെട്ടിക്കുന്നത് കണ്ടോണ്ട് മരിച്ചാ കൊള്ളാമെന്ന് എനിക്കും ആശയുണ്ടായിരുന്നു. ഉള്ള 10 സെന്റ് ഭൂമി ആ കൊച്ചു പൊരയും കൂടി വിൽക്കാന്ന് വെച്ചാൽ നമ്മൾ എവിടെ ചുരുണ്ട് കിടക്കും മോനെ? ഞാൻ അപ്പച്ചനെ ഇതുവരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ 3000 രൂപയുടെ ചിട്ടി ചേർന്നിരുന്നു. ചിട്ടി പകുതി കഴിഞ്ഞു. നമുക്ക് എപ്പോഴാണെങ്കിലും പിടിക്കാം. എന്തായാലും അവളെ ഈ ആണ്ടിൽ തന്നെ കെട്ടിച്ചയക്കണം. അപ്പച്ചൻ നടക്കും. മോനെ അപ്പച്ചൻ ഇച്ചിരി ഇരിക്കണം മോനെ. എന്ത് പറ്റി അപ്പച്ച? ഒന്നും അപ്പച്ച എന്താ അപ്പച്ച? നടന്നപ്പോൾ അപ്പച്ചനൊരു ക്ഷീണം. സോഫി, എനിക്ക് കുറെ സ്ഥലത്തൂടെ സോഡ കൊടുക്കാനുണ്ട്. കാപ്പി കൊണ്ടുവരാ അപ്പച്ച. രാവിലെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ നിന്റെ പുറകെ വരികയും നിന്നെ വിളിക്കുകയൊക്കെ ചെയ്ത ആള് ആരായിരുന്നു സോഫി? നിന്നോടിത് ആര് പറഞ്ഞു? ഐഷുമ്മ. അതാരായിരുന്നു? ആ, എനിക്കറിയത്തില്ല. പക്ഷേ എവിടെയോ വെച്ച് കണ്ടു മറന്ന ഒരു മുഖഛായ. 1-2 പ്രാവശ്യം എന്നെ വിളിച്ചു. എനിക്ക് പേടിയായി. ഞാൻ ഓടിയിങ്ങി പോന്നു. ആട്ടെ, അയാൾ ഇങ്ങോട്ട് കയറി വന്നാൽ നീ എന്തെടുക്കുമായിരുന്നു? പിന്നെ അങ്ങനെ ആരും ഇങ്ങോട്ട് കയറി വരത്തില്ല. ആഹാ, രണ്ടുപേരും കൂടി കപ്പൽ നിർത്തണം. അയ്യോ, ഒന്നിനും കൊല്ലരുതാത്തതും കരിഞ്ഞതും ഒക്കെയാണ് ഞങ്ങൾ തിന്നുന്നത്. ഞങ്ങളെ ജോലി ചെയ്തതിന്റെ കൂലിയാണെന്ന് വിചാരിച്ചോണ്ടാ മതി കേട്ടോ. അപ്പനിത് കഴിച്ചോ? സോഫി, അപ്പനൊരു ഗ്ലാസും പിന്നെ നാക്കിലേക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്തു. കുറെ ദിവസം കഴിയുമ്പോഴേക്കും കുമ്പിള് കുത്തിക്കാൻ വേറെ ആളെ കണ്ടുപിടിക്കണമല്ലോ. മോനയുടെ കെട്ടോടത്തില്ലേ? ലാലപ്പനും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരണം. കുമ്പിള് കുത്തിക്കുകയും ചെയ്യാമല്ലോ. എന്റെ കെട്ട് സോഫിയെ കെട്ടിച്ചയച്ചതിന് ശേഷമേ ഉള്ളൂ. സോഫി, എന്താ ഇഷ്ടയാ? ആ പെട്രോസിംഗ് എടുത്ത് നോക്കി. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ കടലയും കപ്പലിന്റെയും വാങ്ങുന്നെങ്ങനെ?